ഇന്നലെ ഒരു പാർട്ട് നമ്പറിൻ്റെ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നൊരു ഭാഗമുണ്ടായിരുന്നു. ഇന്നത് സെക്കൻഡ് പാർട്ടാണ്. വീണ്ടും നമുക്ക് VN എഡിറ്റർ ഓൺ ചെയ്യണം. താഴെ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ന്യൂ പ്രൊജക്റ്റ് സെലക്ട് ചെയ്യുക, സേവ് കൊടുക്കുക. നമുക്ക് 3 വീഡിയോ സെലക്ട് ചെയ്യുക. 3 വീഡിയോ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കുക. സൗണ്ടാണ് ആ വീഡിയോ നമ്മുടെ സൗണ്ട്. ഏറ്റവും താഴെ മൈക്കിൻ്റെ ചിഹ്നമുണ്ട്, അവിടെ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കുമ്പോൾ സൗണ്ട് തന്നെ എടുത്തില്ല. ഓക്കെ, അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ താഴെ കാണുന്ന ഈ പ്ലസ് ബട്ടൺ ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഈ വീഡിയോ കട്ട് ഓഫ് ആവുന്നില്ലയോ, അത് നമുക്ക് വേണമെങ്കിൽ മാറ്റാനായിട്ട് ബേസ് ഉണ്ട്. ഇങ്ങനെ കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം, ഇങ്ങനെ കൊടുക്കാം. താഴെ ആൾ ടു പ്ലേ എന്നുണ്ട്, ആൾ ടു പ്ലേ ടു ആളെന്ന് കൊടുക്കാം, അങ്ങനെ കൊടുക്കാം. പിന്നെ വേറെ ഓപ്ഷനുണ്ട്, അവിടെ തന്നെ ഇവിടെ തൊട്ടിപ്പുറത്ത് മാറ്റുന്ന പറഞ്ഞാൽ അവിടെ കൊടുക്കാം. ഇങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ടിക്ക് മാർക്ക് കൊടുത്ത് ഇങ്ങനെ ഓക്കെ കൊടുത്ത് ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഗ്രീൻ സ്ക്രീൻ എങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. ഇവിടെ ടീയുടെ താഴത്ത് ഒരു ഓപ്ഷൻ ഉണ്ട്, ഒരു വീഡിയോയുടെ ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോട്ടോ സെലക്ട് ചെയ്യുക. ഫോട്ടോ സെലക്ട് ചെയ്ത് വീഡിയോ സെലക്ട് ചെയ്യുക. 8 സെക്കൻഡ് ഒരു ഗ്രീൻ സ്ക്രീൻ റിമൂവ് ആക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ബട്ടൺ അത്. എന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ ഇവിടെ ഫിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഫിറ്റ് അടിക്കുമ്പോൾ അത് ഫിറ്റായിട്ടിരിക്കുക. ഓക്കെ, അതിന് തൊട്ട് താഴെ ഇവിടെ ടച്ച് ചെയ്ത് കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ ക്രോമ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ക്രോമ അത് കുറച്ച് മേലോട്ട് വെച്ചിട്ട് ഏറ്റവും താഴെ ഓക്കെ കൊടുക്കുക, ടിക്ക് മാർക്ക് കൊടുക്കുക. അന്നേരം ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ. ഇത് നമുക്ക് ഇനി എങ്ങനെ വേണമെങ്കിലും മേളിലോ താഴെയോ എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുവെക്കാം. ഓക്കെ, ഇതാണ് സബ്സ്ക്രൈബ് ബട്ടൺ. ഈ ഗ്രീൻ കളർ റിമൂവ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ഒന്ന് ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. വീഡിയോ ലാസ്റ്റ് വരുമ്പോൾ ഒരു ബ്ലാങ്കറ്റ് കാണും, അത് നമ്മളിവിടെ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതിവിടെ എക്സ്പോർട്ട് ചെയ്യണം. ഏറ്റവും മേളിൽ ബ്ലൂ ചിഹ്നം ഒരു ആരോമാർ കാണുന്നില്ല, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എക്സ്പോർട്ട് എന്നുള്ള അത് ക്ലിക്ക് ചെയ്യുക. കണ്ട വീഡിയോ ഇവിടെ താഴെ ഡൗൺലോഡ്. ഇപ്പോൾ ഇവിടെ ഫുള്ള് ഡൗൺലോഡായി. എൻ്റെ ഏറ്റവും മേളിൽ ഡൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഡൺ എന്ന് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ നേരെ ഗാലറിയിൽ സേവ് ആയിട്ടിരിക്കും കേട്ടോ. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കുക.